കഴിഞ്ഞ ഞായറാഴ്ച കർണാടകയിൽ 72 ഹൗസ്ഫുൾ മോർണിംഗ് ഷോയാണ് ഈ സൂ ഫ്രം സോ എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഭയങ്കര വലിയൊരു വിജയത്തിലേക്കാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മലയാളം ഡബ്ഡ് വേർഷൻ ഓഗസ്റ്റ് 1 മുതൽ, അതായത് വെള്ളിയാഴ്ച മുതൽ കേരളത്തിൽ റിലീസ് ആവുന്നുണ്ട്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മലയാളം ഡബ്ബിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ കണ്ടപ്പോൾ. ഇതിൻ്റെ പ്രിവ്യൂ ഷോ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ഇതൊരു മാർക്കറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊമോഷൻ ആയിട്ടോ ഒന്നും കാണണ്ട. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു അനുഭവമാണ്. അതായത് എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ കണ്ടപ്പോൾ ലഭിച്ചത്. അതുകൊണ്ടാണ് ഇത് കർണാടകയിൽ ഇത്രയും വലിയ ഹിറ്റായിട്ട് പോകുന്നത്. മലയാളത്തിൽ മഹേഷിൻ്റെ പ്രതികാരം പോലെ തന്നെ ഒരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന കഥ, അതിലൊരു സംഭവം നടക്കുന്നു, അതിനോട് കണക്റ്റായിട്ട് വേറൊരു കാര്യം നടക്കുന്നു, അത് കണക്ട് ചെയ്ത് വേറൊരു സംഭവത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഓർഗാനിക്കായിട്ട് വളരെ രസകരമായിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് അത് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് കിഡിലനായിട്ട് ഹ്യൂമറും ബാക്കിയുള്ള ഇമോഷനും പിന്നെ ഒരു മാസ് മൊമെൻറ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് സൂ ഫ്രം സോ. ഒരു ഗ്രാമം, അവിടുത്തെ ആളുകൾ, അവരുടെ ജീവിതം, അവരുടെ സംസ്കാരമെല്ലാം ഓരോ ക്യാരക്ടർ ഡീറ്റെയിലിങ്ങിലൂടെ കാണിക്കുന്നത്. അതിൽ തന്നെ ഓരോരോ ക്യാരക്ടേഴ്സിനും പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ്. അതായത് ഇതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് 100% പെർഫെക്റ്റ് ആണ്. രസകരമായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ പടത്തിലുണ്ട്. ഒരു ഗ്രാമം, അവിടെ കല്യാണമായാലും അല്ലെങ്കിൽ മരണത്തിന്റെ ആവശ്യമായാലും എല്ലാവരും ഒത്തുചേരുന്നു. അത് പരസ്പരം അറിയുന്ന ആളുകളാണ് എല്ലാം. അപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ആദ്യത്തെ ഒരു 20 മിനിറ്റ് എന്ന് പറയുന്നത് അതൊരു ഈ കഥ, അതായത് ഈ കഥയിലേക്കും ഈ കഥാപാത്രങ്ങളിലേക്കും ഈ ഗ്രാമങ്ങളിലേക്കും എടുക്കുന്ന ഒരു കുറച്ച് സെറ്റിൽ ആവാനുള്ള കുറച്ച് സമയം എടുക്കും. അതായത് ഒരു 20 മിനിറ്റോളം നമുക്ക് പരിചയമില്ലാത്ത ക്യാരക്ടേഴ്സൊക്കെയാണല്ലോ ഈ വന്നു പോകുന്നത്. അഭിനേതാക്കളെയും നമുക്ക് കാര്യമായിട്ടുള്ള പരിചയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 20 മിനിറ്റ് സമയം നമുക്കൊന്ന് സെറ്റിൽ ആവാൻ വേണം. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രഹത്തിലെ ഒരാളായിട്ട് മാറുകയാണ്. ഇതിൽ രവിയണ്ണ എന്നുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. രവിയണ്ണ എന്നുള്ള ക്യാരക്ടറാണ് നമുക്ക് മെയിൻ ലീഡ് എന്ന് പറയാം. 2 മെയിൻ ലീഡുകളുണ്ട്. അതിലൊരാളാണ് രവിയണ്ണ. വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിൽ ഷനിൽ ഗൗതമാണ് ചെയ്തിരിക്കുന്നത്. ഷനിൽ ഗൗതമാണ് ഷനിൽ ഗുരു എന്നുള്ള പേരിൽ കാന്താര കോവറേറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ആ ഒരു കോമഡി സീനാണെങ്കിലും ഇമോഷണൽ സീനാണെങ്കിലും ക്ലൈമാക്സിൽ വരുന്നൊരു മാസ് മൊമെൻ്റ് ആണെങ്കിലും ഇതൊരു വല്ലാത്ത ലവബിൾ ക്യാരക്ടറാണ്. നമുക്ക് ഈ പടം കഴിയുമ്പോൾ ഈ പുള്ളിയെയും ഈ ക്യാരക്ടറിനെ നമുക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടും. അതൊക്കെ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രവിയണ്ണ ഫാൻസ് ക്ലബ്ബുകളും രവിയണ്ണ മീംസ് ഒക്കെ ഒരുപാട് നമ്മൾ കാണുന്നത്. പിന്നെ പുള്ളിയുടെ കൂടെ എർത്തുകളായിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ കോമഡി ടൈമിങ്, അവരുടെ റിയാക്ഷൻസ്, അവരുടെ മാനറിസം, ഇതെല്ലാം രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ഈ പടത്തിൻ്റെത്. ആ കാസ്റ്റിങ്ങിൻ്റെ വിജയം നമുക്ക് ഓരോ സീനുകളിലും കാണാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ സിനിമയുടെ സംവിധായകനും കൂടിയായ JP തൊമ്മിനാടാണ്. പുള്ളിയുടെ ക്യാരക്ടറിന് ഉണ്ടാവുന്ന ആ ഒരു വ്യത്യാസം, അതായത് തുടക്കമുള്ള ഒരു ക്യാരക്ടറല്ല, പീപ്പിൾ ചേഞ്ചസ് എന്നുള്ള രീതിയിലാണല്ലോ, ആ രീതിയിൽ വരുന്ന ആ ഒരു മാറ്റം, ഇതെല്ലാം വളരെ ഭംഗിയായിട്ടാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. പിന്നെ പടത്തിലെ ഇമോഷൻ സോൺ എന്ന് പറയുന്ന ഭാനു എന്നൊരു ക്യാരക്ടർ, ആ ഭാനു എന്നൊരു ക്യാരക്ടർ കഥയിലേക്ക് വരുന്ന വിധം, അതിൽ ലീഡ് ചെയ്തിരിക്കുന്ന ഫൈനൽ ആക്ട്, ക്ലൈമാക്സ്, ഇതെല്ലാം തികച്ചും ഓർഗാനിക് ആയിട്ടാണ്. അതായത് ഇങ്ങനെ മുഴച്ചു നിൽക്കുന്ന പോലുള്ള സംഭവങ്ങളൊന്നുമല്ല. പിന്നെ രസകരമായിട്ടുള്ള വേറെയും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു അളിയന് പ്രത്യേകം സൗണ്ട് ട്രാക്ക് ഒക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന JP തുമ്മിനാടിന്റെ പെങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന പെണ്ണുങ്ങളുടെ ഒരു ഹിലേരിയസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ട്. പിന്നെ അവരുടെ പാരൻസ്, ഒരു പെട്ടിക്കടക്കാരൻ, കണ്ണ് കാണാത്ത ഒരു അപ്പൂപ്പൻ എന്നിങ്ങനെ കുറെ രസകരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഈ പടത്തിലുണ്ട്. പിന്നെ പെർഫോമൻസ് സ്ട്രോങ് ആയതുപോലെ തന്നെയാണ് ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ പടത്തിൻ്റെ BGM, പിന്നെ നല്ല പാട്ടുകൾ, മലയാളം ഡബിങ്ങിലേക്ക് വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ പാട്ടുകളൊക്കെ തന്നെ സിജു തുറവൂറാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. പിന്നെ എൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് സുമേദിന്റെ പാട്ടുകളാണ്. പിന്നെ സന്ദീപ് തുളസീദാസ് എന്ന ഒരാളാണ് BGM ചെയ്തിരിക്കുന്നത്. പടത്തിന്റെ BGM ഇതുപോലുള്ള പടത്തിന്റെ മൂഡിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ഇതൊരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയായതുകൊണ്ട് തന്നെ ഇതിന്റെ കളറിങ്, ഇതിന്റെ സിനിമാറ്റോഗ്രാഫി, ഇതെല്ലാം ചെയ്തിരിക്കുന്ന S ചന്ദ്രശേഖറാണ്. പുള്ളിയുടെ വർക്കും കിഡിലമായിരുന്നു. പിന്നെ കുറവുകളൊന്നും തോന്നിയില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പടത്തിലേക്ക് ഒന്ന് റെഡിയായി എടുക്കാൻ വേണ്ടി ഒരു 10-20 മിനിറ്റ് സമയം എടുക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ കുറവായിട്ട് പറയാം. പിന്നെ ഈ സിനിമയുടെ നിർമ്മാതാവും ഈ സിനിമയിൽ ഒരു ക്യാമിയോ, ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ചെയ്തിരിക്കുന്ന രാജ്ബി ഷെട്ടിയാണ്. ഇപ്പോൾ രാജ്ബി ഷെട്ടിയുടെ ക്യാരക്ടർ 1-2 സീനുകളായിട്ട് ഒതുക്കി നിർത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ പുള്ളിയുടെ ആ ഒരു റോൾ എന്ന് പറയുന്ന ഒരു അധികപ്പറ്റാണോ എന്ന് നമുക്ക് തോന്നും. ഈ കാര്യങ്ങളൊക്കെ ഒരു കുറവായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ കുറവുകളൊന്നും നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ വരുന്ന സ്ക്രിപ്റ്റാണ്. ആ ഇൻസിഡന്റ്, ഇത് നടക്കുന്ന കുറെ കാര്യങ്ങൾ, ഈ ക്യാരക്ടേഴ്സ്, അവരുടെ റിയാക്ഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കുറെ കാലങ്ങൾക്ക് ശേഷം ഈ പോത്തേട്ടൻ ബ്രില്യൻസ് എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ തന്നെ ഒരു തിരക്കഥയായിട്ട് തന്നെ എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽ ഗുഡ് പ്ലസ് കോമഡി പ്ലസ് ഇമോഷൻ പ്ലസ് മാസ്, ഇതെല്ലാം ചേർന്ന്
ഒരു പെർഫെക്റ്റ് ബ്ലെൻഡിൽ വന്നിരിക്കുന്ന ഒരു സിനിമയാണ് സുലോചന ഫ്രം സോമേശ്വര എന്ന സു ഫ്രം സോ എന്ന് പറയുന്ന പടം. ഓഗസ്റ്റ് 1 പടം റിലീസ് ആവുന്നുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ്. ഒരു ചെറിയ പടമാണ്, പക്ഷെ അതിന്റെ ക്വാളിറ്റി കാരണം ഓൾറെഡി ഒരു കർണാടകയിലുള്ള എല്ലാ ഓഡിയൻസിന്റെ ഇടയിലും ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മുടെ കേരളത്തിലേക്കും വരികയാണ് ഓഗസ്റ്റ് 1 മുതൽ. നിങ്ങൾ കാണുക, നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ കാശിനും ഒക്കെ വില കൽപ്പിക്കുന്ന ഒരു സിനിമയാണ്. സോ ഹൈലി റെക്കമെൻഡ്.